വെറും രണ്ട് മസാലകൾ ചേർത്തിട്ട് നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു വലിയ സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവണ്ട. അതിന് മുന്നേ നമുക്ക് ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ചിക്കൻ ഒന്ന് വെന്ത് വരും. അപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു വലിയ തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ വീണ്ടും ചേർക്കണം. ഇനി വേണേൽ കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇവിടെ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു. തക്കാളിപ്പഴം നല്ലതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ദാണ്ടേ നമ്മുടെ ചിക്കൻ റെഡി. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കൂടെ ഇത് നല്ല അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.